ഒരു ശലഭം ഭാഗം 5. അന്ന് രാത്രി തന്നെ ആദി സാമിനെ വിളിച്ച് അല്ലിയുമായുള്ള കല്യാണക്കാര്യം പറഞ്ഞു. സാമിന് അത്ഭുതമായിരുന്നു. അല്ലിയോ, അത് കൊള്ളാലോ. അല്ലി പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ടെന്ന് ആലി പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, ഒന്നും അവളോട് ചോദിക്കാൻ പറ്റിയില്ലടാ. അല്ലി നല്ല കുട്ടിയാ, അവളാണ് എൻ്റെ ആലിയുടെ ജീവൻ. അത്രയ്ക്ക് കൂട്ടാണ് രണ്ടും, സാം പറഞ്ഞു. നീ അല്ലിയെ കണ്ടോ? നിനക്ക് ഇഷ്ടമായല്ലോ അല്ലേ? സാം ചോദിച്ചു. ഇല്ലടാ, കുറച്ച് തിരക്കുകളുണ്ട്, അത് കഴിഞ്ഞ് വേണം കാണാൻ. അല്ലിയെ കാണാതെ നീ കല്യാണത്തിന് സമ്മതിച്ചോ? സാം അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണമൊന്നും മൈൻഡിലില്ലായിരുന്നു സാം. ഈ ആലോചന വന്നപ്പോൾ താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ആ വീടും വീട്ടുകാരെയും ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അല്ലി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാവുന്ന അല്ലി നിന്നെ ഒന്ന് മീറ്റ് ചെയ്യാതെ വിവാഹത്തിന് സമ്മതിക്കില്ല, സാം അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. അതെ, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു തവണയെങ്കിലും കാണുന്നതാണ് നല്ലതെന്ന്. ആ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. നീ മീറ്റ് ചെയ്യേ, അവൾ ശരിക്കും നല്ലൊരു പെൺകുട്ടിയാണ്, നിങ്ങൾ നല്ല ജോഡിയാവും, സാം പറഞ്ഞു. സാം ഫോൺ വെച്ചതും ആദ്യ ആലോചനയിലായിരുന്നു. ഒന്നും ഓർക്കാതെ സമ്മതം പറഞ്ഞാൽ തെറ്റായി പോയോ എന്ന് അവൻ സ്വയം ചോദിച്ചു. ആ കുട്ടി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭർത്താവാൻ തനിക്ക് പറ്റുമോ? ആദ്യക്ക് ടെൻഷനായി തുടങ്ങി. ആ പെൺകുട്ടിയെ ഒന്ന് കണ്ടിട്ട് അവളുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയായിരുന്നു, അവൻ നിരാശയോടെ ഓർത്തു. എന്തായാലും ഉടനെ തന്നെ ആ കുട്ടിയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് ആദ്യം ഉറപ്പിച്ചു. പിറ്റേന്ന് അല്ലി സ്കൂളിലെത്തിയതും അവിടെ ആനിവേഴ്സറിയുടെ ചർച്ചകൾ നടക്കുകയായിരുന്നു. ആനിവേഴ്സറിക്ക് നമ്മുടെ ACP ക്ഷണിച്ചാലോ? സ്വന്തം സ്കൂളാകുമ്പോൾ ആൾക്കും താല്പര്യം ഉണ്ടാവില്ലേ? രാധ ടീച്ചർ ചോദിച്ചു. ടീച്ചർ പറഞ്ഞത് കേട്ട് അല്ലി ഒന്ന് ഞെട്ടി. സത്യം പറയാലോ ടീച്ചറെ, ഞാനത് ഇന്നലെ ഓർത്തതേ ഉള്ളൂ. നമുക്ക് മീറ്റിങ്ങിലൊന്ന് ആദരിപ്പിക്കാം, എന്നിട്ട് ഉറപ്പിക്കാം, രമ ടീച്ചറും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അന്നത്തെ മീറ്റിങ്ങിൽ ഇക്കാര്യം പറഞ്ഞതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആദ്യം ക്ഷണിക്കാൻ പോകാനായി തീരുമാനിച്ചു. പ്രിൻസിപ്പലായ ഗോമതി ടീച്ചറും രാധ ടീച്ചറും കൂടിയാണ് പോകാൻ തീരുമാനിച്ചത്. അല്ലി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. എന്തായാലും അന്ന് അവൻ്റെ വീട്ടുകാരൊക്കെ വരുമെന്ന് ആൾക്കറിയാമായിരുന്നു. അതോടെ കല്യാണ കാര്യങ്ങൾ എല്ലാവരും അറിയും. പക്ഷേ ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കാതെ ഒരു തീരുമാനമെടുക്കാൻ ആൾക്ക് കഴിഞ്ഞില്ല. വീട്ടിലാണെങ്കിൽ അവരുടെ സന്തോഷം കാണുമ്പോൾ എതിർക്കാനും തോന്നുന്നില്ല. എല്ലാവരെയും ഒരു തവണ കണ്ടപ്പോഴേക്ക് മയക്കിയെടുക്കാൻ എന്താ ആ മനുഷ്യനത്ര പ്രത്യേകത? എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുമോ? അവൾ ആലോചിച്ചു. സ്കൂളിൽ വരുമ്പോൾ അവനോട് ഒന്ന് കാണുന്ന കാര്യം സൂചിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ആ ആഴ്ച അങ്ങനെ കടന്നുപോയി. അല്ലിയെ കാണണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ആദ്യം പുതിയൊരു കേസിൽ പെട്ടുപോയി. അവളെ മീറ്റ് ചെയ്യുന്ന കാര്യം അവൻ മറന്നും പോയി. അങ്ങനെ ആദ്യം ക്ഷണിക്കാൻ പോകാൻ തീരുമാനിച്ച ദിവസം എത്തി. പക്ഷേ അന്ന് രാവിലെ സ്കൂളിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമെന്ന് കോൾ വന്നു. അതോടെ ടീച്ചേഴ്സ് എല്ലാവരും വെപ്രാളത്തിലായി. പക്ഷേ ACP ഓഫീസിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതുകൊണ്ട് അവിടേക്ക് പോവാതിരിക്കാനും ആവില്ലായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പലിന് പകരം രാധ ടീച്ചറിനോടൊപ്പം അല്ലിയും മറ്റൊരു മാഷിനോടും പോകാൻ പറഞ്ഞു. അല്ലിക്ക് ഒഴിവാക്കാൻ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ രാവിലെ 11 മണിയോടെ അല്ലിയും രാധ ടീച്ചറും മാഷും ACP ഓഫീസിലെത്തി. വിവരം പറഞ്ഞതും അവരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. തന്നെ കാണുമ്പോൾ ആൾ എന്താ സംസാരിക്കാന്നൊക്കെ ഓർത്തിട്ട് അല്ലിക്ക് ടെൻഷനായി. അതുകൊണ്ടാണോ ആവോ നെഞ്ചടിപ്പ് കൂടുന്നത് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയതും കണ്ടു യൂണിഫോമിലിരിക്കുന്ന ACP ആതിഥ്യർ. ഗൗരവം നിറഞ്ഞേൽക്കുന്ന മുഖം, വെട്ടിയൊതുക്കിയ താടിയും വൃത്തിയായി ജെൽ തേച്ച് ഒതുക്കി വച്ചിരിക്കുന്ന മുടിയും ചെറുതായി വളർന്നു തുടങ്ങിയ മീശയുമൊക്കെയായി ആ യൂണിഫോമിൽ നല്ലൊരു എടുപ്പുണ്ടായിരുന്നു അവന്. അല്ലി അവനെ സൂക്ഷ്മമായി നോക്കി. തങ്ങളെ കണ്ടതും ആ മുഖത്തെ ഗൗരവം മാറി അവിടെ ഒരു പുഞ്ചിരി വിരിയുന്നത് അവൾ കണ്ടു. ഇരിക്കൂ, ആദ്യം അവരോട് പറഞ്ഞു. അവർ അവിടെയുള്ള കസേരകളിലേക്ക് ഇരുന്നു. ആദ്യം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അവൻ ഇപ്പോൾ തന്നെ മനസ്സിലാവും എന്നോർത്തിരുന്ന അല്ലിയുടെ മുഖം കാറ്റുപോയ ബലൂൺ പോലെയായി. അപ്പോൾ തന്നെ അറിയാതെയാണോ വിവാഹത്തിന് സമ്മതിച്ചത്? അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞത് അവൾ പോലും അറിയാതെയാണ്. സങ്കടം കൊണ്ടോ എന്തോ അവൾക്ക് അവനെ നോക്കാനേ തോന്നിയില്ല. ഒരു തവണ കൂടി നോക്കിയാൽ താൻ കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി. അവൾ ആ റൂമിലെ ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. വിനയ് മാഷ് വിവരങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം സമ്മതമായിരുന്നില്ല എങ്കിലും അവസാനം അവൻ വരാനായി സമ്മതിച്ചു.
അപ്പോഴാണ് എല്ലാവരുടെയും മുഖം തെളിഞ്ഞത്. അവർ നന്ദി പറഞ്ഞു പോവാനായി എഴുന്നേറ്റതും അവൻ അവരെ ഓരോരുത്തരെയും നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ അല്ലിയിലെത്തിയതും കയറി വന്നപ്പോൾ പ്രസന്നമായിരുന്ന ആ മുഖത്ത് കാർമേഘങ്ങൾ മൂടിയതുപോലെ തോന്നി. ആദിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ അവരോടൊപ്പം ഇറങ്ങിയതും അവളുടെ മുഖത്ത് താൻ കണ്ട സങ്കടം എന്തിനാവും എന്നാലോചിക്കുകയായിരുന്നു ആദി. പക്ഷെ അപ്പോഴേക്കും മൊബൈലിൽ വന്നൊരു ഫോൺ കോളിൽ അവൻ ആ കാര്യം മറന്നേ പോയി. അന്ന് സ്കൂളിലേക്ക് തിരികെ പോവാതെ വീട്ടിലെത്തിയ അല്ലിക്ക് ഒരു സന്തോഷവുമില്ലായിരുന്നു. ആദിക്ക് അവളെ മനസ്സിലായില്ല എന്നത് അവൾക്ക് സങ്കടം തന്നെയായിരുന്നു. പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ഓർത്തിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ പോലും അവൾക്ക് തോന്നി. അവൾ ആലയെ വിളിച്ച് പരാതി പറഞ്ഞു. ഞാനെന്ന വ്യക്തിക്ക് ഒരു വിലയും തരാതെ എന്നോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ഇത് ശരിയാവില്ല ആലി, നമുക്കത് വേണ്ടെന്ന് വെച്ചാലോ? അല്ലി ചോദിച്ചു. എടാ, ഞാൻ സാമിച്ചനോട് പറയട്ടെ? സാമിച്ച് സംസാരിക്കും ആദിയോട്, ആലി ചോദിച്ചു. ഏയ് വേണ്ട, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു ചെയ്യേണ്ടതാണോ? എന്തായാലും ആനിവേഴ്സറി കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നീ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലി പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അവന് വിട്ട് കളയാൻ പറ്റാത്ത പോലെ അവളുടെ നെഞ്ചൊന്ന് വിങ്ങിപ്പോയിരുന്നു. ഒന്ന് സംസാരിക്കാതെ, എന്തിന് പരസ്പരം ഒന്ന് കാണുക പോലും ചെയ്യാതെ അവർ തമ്മിലൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. ഏതോ മുൻജന്മ ബന്ധം പോലെ. അന്ന് രാത്രി ആദിയുടെ സ്വപ്നങ്ങളിലും സങ്കടം നിറഞ്ഞൊരു മുഖം വിരുന്നു വന്നു. എന്തു ചെയ്തും ആ മുഖത്തെ സങ്കടം അകറ്റാൻ ആദിക്ക് തോന്നി.